നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് പ്രശ്നം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ കേട്ടോളൂ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. യഥാർത്ഥ വില്ലൻ വേറെയാണ്. മിക്ക ട്രേഡർമാരുടെയും അക്കൗണ്ട് കാലിയാക്കുന്ന ആ ഒരൊറ്റ അപകടകരമായ ശീലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഭൂരിഭാഗം ട്രേഡർമാരും പരാജയപ്പെടുന്നത്? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരുപക്ഷേ നിങ്ങളും ഈ ചോദ്യം പലതവണ സ്വയം ചോദിച്ചിട്ടുണ്ടാകും, അല്ലേ? ഇതിന്റെ ഉത്തരം നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ സിമ്പിളാണ്. അല്ല, പ്രശ്നം നിങ്ങളുടെ സ്ട്രാറ്റജിയുടേതല്ല. ഒരുപക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും മികച്ച, പ്രൂവ് ചെയ്ത ഒരു സ്ട്രാറ്റജി തന്നെയാകാം. എന്നിട്ടും പണം പോകുന്നു. അപ്പോൾ പിന്നെ എവിടെയാണ് പിഴക്കുന്നത്? യഥാർത്ഥ കാരണം നിങ്ങൾ ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നു എന്നതിലല്ല, മറിച്ച് അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ്. അതായത്, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആ രീതിയില്ലേ, അവിടെയാണ് പ്രശ്നം. ഇത് കേൾക്കുമ്പോഴൊരു ചെറിയ വ്യത്യാസമായി തോന്നാം, പക്ഷേ നിങ്ങളുടെ വിജയവും പരാജയവും തമ്മിലുള്ള വലിയൊരു അകലം ഉണ്ടാക്കുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. അപ്പോ എന്താണ് ഈ അപകടകരമായ ശീലം? നിങ്ങളുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന ആ ഒരൊറ്റ കാര്യം? അതിനൊരു പേരുണ്ട്: ഓവർ ട്രേഡിംഗ്. ഇതൊരു കെണിയാണ്. നമ്മളിൽ മിക്കവരും അറിയാതെ തന്നെ ഇതിൽ വീണുപോകും. ഈയൊരു സാഹചര്യം ഒന്ന് ഓർത്തുനോക്കൂ. ഇത് നിങ്ങൾക്ക് പരിചിതമായിരിക്കും. രാവിലെ മാർക്കറ്റ് തുറക്കുന്നു, ചാർട്ടിൽ ഒരു ചെറിയ അനക്കം കാണുന്നു, നിങ്ങൾ ചാടിക്കയറി ഒരു ട്രേഡ് എടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചെറിയൊരു നഷ്ടത്തിൽ അത് ക്ലോസ് ചെയ്തു. സാരമില്ല, അടുത്തത് പിടിക്കാമെന്ന് കരുതി വീണ്ടും ഒരെണ്ണം, പിന്നെ മറ്റൊന്ന്. ദിവസാവസാനം നോക്കുമ്പോൾ നിങ്ങളൊരു 6-7 ട്രേഡുകൾ എടുത്തിട്ടുണ്ടാവും. പക്ഷെ അക്കൗണ്ട് ബാലൻസ് നോക്കുമ്പോഴോ ചുവപ്പിൽ. ഇതിനെയാണ് നമ്മൾ ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത്, വ്യക്തമായ നല്ല ക്വാളിറ്റിയുള്ളൊരു സെറ്റപ്പിനായി കാത്തു നിൽക്കാതെ കണ്ണിൽ കാണുന്ന ട്രേഡുകളൊക്കെ എടുക്കുന്ന ഒരു ശീലം. ഇതൊരു ചെറിയ പ്രശ്നമല്ലാട്ടോ. പല പുതിയ ട്രേഡർമാരുടെയും അക്കൗണ്ട് മാസങ്ങൾക്കുള്ളിൽ കാലിയാകാനുള്ള പ്രധാന കാരണം ഇതുതന്നെയാണ്. അപ്പോ ആരും മനഃപൂർവ്വം നഷ്ടം വരുത്തി വെക്കില്ലല്ലോ, അല്ലേ? പിന്നെന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? എന്താണ് നമ്മളെ വീണ്ടും വീണ്ടും ട്രേഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ശരിക്കും നമ്മുടെ തലച്ചോറ് നമ്മളെ എങ്ങനെയാണ് ഈ കെണിയിൽ വീഴ്ത്തുന്നതെന്ന് നോക്കാം. ഒന്ന് നോക്കിക്കേ, മാർക്കറ്റ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാൻഡിലുകൾ മുകളിലേക്കും താഴേക്കും പോകുന്നു, വിലകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇത് നമ്മൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിലൊരു തോന്നലുണ്ടാകും, എന്തോ വലിയൊരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്, ഞാനിതിൽ ഭാഗമാകണം എന്ന്. ഈയൊരു പേടിയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഫോമോ എന്ന് പറയുന്നത്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അയ്യോ, ഞാനിപ്പോൾ ഈ ട്രേഡ് എടുത്തില്ലെങ്കിൽ ഒരു വലിയ ലാഭം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടി. ഈ പേടിയാണ് നമ്മളെക്കൊണ്ട് തിടുക്കത്തിൽ ശരിക്കും ചിന്തിക്കാതെ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്. ആ തീരുമാനങ്ങൾ മിക്കപ്പോഴും തെറ്റായിരിക്കും. എന്നാൽ ഇവിടെയാണ് ഒരു സാധാരണ ട്രേഡറും ഒരു പ്രൊഫഷണലും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. പ്രൊഫഷണൽ ട്രേഡർമാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി അറിയാം: മാർക്കറ്റിലെ എല്ലാ ചലനങ്ങളും പണമുണ്ടാക്കാനുള്ള അവസരങ്ങളല്ല. അതിൽ ഭൂരിഭാഗവും വെറും നോയിസാണ്, കാര്യമായൊന്നുമില്ലാത്ത ചലനങ്ങൾ. അതുകൊണ്ട് അവർ ഓരോ മിനിറ്റിലും ട്രേഡ് എടുക്കാൻ ഓടി നടക്കില്ല. പകരം ഒരു സിംഹം ഇരയെ പിടിക്കാൻ മണിക്കൂറുകളോളം പതുങ്ങിയിരിക്കുന്നതുപോലെ അവർ ഏറ്റവും മികച്ചൊരവസരത്തിനായി ക്ഷമയോടെ കാത്തിരിക്കും. ഓവർ ട്രേഡിംഗ് നിങ്ങളെ ഫോമോയിൽ മാത്രം കൊണ്ടുചെന്ന് എത്തിക്കില്ല. അത് അതിനേക്കാൾ അപകടകരമായ മറ്റൊരു സ്റ്റേജിലേക്ക് നിങ്ങളെ തള്ളിവിടും. അതാണ് റിവെഞ്ച് ട്രേഡിംഗ് എന്ന ചക്രവ്യൂഹം. അതിന്റെ തുടക്കം വളരെ സിമ്പിളാണ്. നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നു, അതിൽ ഒരു ചെറിയ നഷ്ടം വരുന്നു. ഇത് സ്വാഭാവികമാണ്, ട്രേഡിംഗിന്റെ ഒരു ഭാഗം മാത്രമാണ്. ആ നഷ്ടം തിരിച്ചുപിടിക്കണമെന്ന ചിന്തയിൽ നിങ്ങൾ ഉടനെ തന്നെ അടുത്ത ട്രേഡ് എടുക്കുന്നു, അതിലും നഷ്ടം. അപ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിൽ നിരാശയും ദേഷ്യവും വന്നു തുടങ്ങും. എനിക്ക് ഈ നഷ്ടം എങ്ങനെയെങ്കിലും തിരിച്ചുപിടിച്ചേ പറ്റൂ എന്നൊരു വാശി മനസ്സിൽ കയറും. ആ നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കണം എന്നൊരൊറ്റ ലക്ഷ്യത്തിൽ നിങ്ങൾ അടുത്ത ട്രേഡ് എടുക്കുന്നതിനെയാണ് റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെയാണ് കളി മൊത്തത്തിൽ മാറുന്നത്. ഈ നിമിഷം മുതൽ നിങ്ങൾ മാർക്കറ്റിനെയോ നിങ്ങളുടെ സ്ട്രാറ്റജിയെയോ അല്ല ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് നിങ്ങളുടെ ദേഷ്യത്തെയും നിരാശയെയുമാണ്. നിങ്ങളുടെ വികാരങ്ങൾ, വണ്ടിയുടെ സ്റ്റിയറിംഗ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? എങ്ങനെ ഈ വൈകാരികമായ കെണിയിൽ നിന്ന് നമുക്ക് പുറത്തുവരാം? അതിന് പ്രൊഫഷണൽ ട്രേഡർമാർ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. ഈ താരതമ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അമേച്വർ ട്രേഡർമാർ മാർക്കറ്റിലെ ഓരോ ചെറിയ ചലനത്തിനും പിന്നാലെ ഓടുന്നു. എന്നാൽ പ്രൊഫഷണലുകളോ, അവർ ഏറ്റവും മികച്ച അവസരത്തിനായി കാത്തിരിക്കുന്നു. അമേച്വർ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ട്രേഡ് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ എപ്പോഴും മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്ലാൻ അനുസരിച്ചു മാത്രം ട്രേഡ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒരാൾ ചൂതാട്ടത്തിൽ ഏർപ്പെടുമ്പോൾ മറ്റൊരാൾ ഒരു ബിസിനസ് നടത്തുകയാണ്.
ഈയൊരു വാചകം നിങ്ങളുടെ ട്രേഡിംഗ് ഡെസ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. ട്രേഡിംഗ് എന്നത് ആക്ടിവിറ്റിയെക്കുറിച്ചല്ല, അത് സെലക്ടിവിറ്റിയെക്കുറിച്ചാണ്. അതായത് ഒരുപാട് ട്രേഡുകൾ എടുക്കുന്നതിലല്ല കാര്യം, ഏറ്റവും മികച്ച ട്രേഡുകൾ മാത്രം തിരഞ്ഞെടുക്കുന്നതിലാണ്. നിങ്ങളുടെ ലക്ഷ്യം കൂടുതൽ ആക്റ്റീവ് ആവുക എന്നതല്ല, കൂടുതൽ സെലക്റ്റീവ് ആവുക എന്നതാണ്. ശരി, അപ്പോൾ എങ്ങനെ ഈ ഓവർ ട്രേഡിംഗ് എന്ന ദുശ്ശീലത്തെ നമുക്ക് മറികടക്കാം? ഫോമോയെയും റിവെൻസ് ട്രേഡിംഗിനെയും എങ്ങനെ വരുതിയിലാക്കാം? അതിനായി ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായ എന്നാൽ പവർഫുള്ളായ ഒരൊറ്റ നിയമം പറഞ്ഞുതരാം. നിങ്ങൾ ഏതൊരു ട്രേഡ് എടുക്കുന്നതിനു മുമ്പ്, ആ ബൈ അല്ലെങ്കിൽ സെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് സ്വയം ഈ ഒരൊറ്റ ചോദ്യം ചോദിക്കുക. ഇതൊരു എ ക്വാളിറ്റി, എന്റെ എല്ലാ നിയമങ്ങളും പാലിക്കുന്ന ഒരു ഒന്നാന്തരം സെറ്റപ്പാണോ, അതോ എനിക്ക് വെറുതെ ബോറടിച്ചിട്ടൊരു ട്രേഡ് എടുക്കാൻ തോന്നുന്നതാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം അതെ, ഇതൊരു പെർഫെക്റ്റ് സെറ്റപ്പാണ് എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം മുന്നോട്ടു പോകുക. ചെറിയൊരു സംശയമുണ്ടെങ്കിൽ പോലും ഉത്തരം വ്യക്തമല്ലെങ്കിൽ ഒരു കാരണവശാലും ആ ട്രേഡ് എടുക്കരുത്. ലാപ്ടോപ്പ് അടച്ച് എഴുന്നേറ്റ് പോവുക. ഓർക്കുക, നിങ്ങൾ ഒഴിവാക്കുന്ന ഓരോ മോശം ട്രേഡും നിങ്ങൾ വിജയിക്കുന്ന ഒരു നല്ല ട്രേഡിന് തുല്യമാണ്. കാരണം അത് നിങ്ങളുടെ വിലപ്പെട്ട ക്യാപിറ്റലിനെ സംരക്ഷിക്കുന്നു. അവസാനമായി ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. ട്രേഡിംഗിൽ വിജയിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരല്ല, ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരാണ്. മാർക്കറ്റ് നാളെയും ഇവിടെ തന്നെ ഉണ്ടാവും. നല്ല അവസരങ്ങൾ ഇനിയും വരും. പക്ഷേ ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ബാക്കിയുണ്ടാവണം. അതുകൊണ്ട് ചില സമയങ്ങളിൽ ഒരു ട്രേഡർക്കെടുക്കാവുന്ന ഏറ്റവും ബുദ്ധിപരമായ, ഏറ്റവും ലാഭകരമായ തീരുമാനം ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കലാണ്.